അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുറൂസുൽ ഹസാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉത്തരവും ഇതിൽ ചേർത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് തുടങ്ങാം. 1 ചേർത്തി എഴുതാനാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, മറക്കല്ലേ. 1 ചേർത്തി എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലുകൾ വിവാഹം നന്ദിയുള്ള ഖൽബ് 10,000 കോടി നബി ചര്യ. 1 ഖുർആനിൻ്റെ വിശദീകരണമാണ് ഡാഷ്. എന്താ ഉത്തരം? നബി ചര്യ. അവിടെ നേരെ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൻ്റെ സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ച് കാണിച്ചു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് ഡാഷ്. ആര്? മുർസലുകൾ. കുടുംബത്തിൻ്റെ തുടക്കം എവിടെയെന്ന വിവാഹത്തിൽ നിന്ന്. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു എന്നതിൽ ഒന്നാണ് നന്ദിയുള്ള ഖൽബ്. ആറെന്താ? മസ്ജിദുൽ ഹറാമിൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എത്രയാ? 10,000 കോടി. ഓരോത്തിനും 2 മാർക്കാണ്. ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്തത് കണ്ടെത്താം. മിഅ്റാജ് രാവ് ഡേഷ്. എന്താ? റജബ് 27-ാം രാവ്. 2 താസുഅ ദിവസം ഡേഷ്. മുഹറം 9. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചു പോയ 2 കാര്യം. എന്താ? കിതാബുല്ലാഹ് വ സുന്നത്തു റസൂൽ. അള്ളാഹുവിൻ്റെ കിതാബും നബിയുടെ സുന്നത്തും. 4 അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും. പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏതാ? സമസ്ത ജംഇയ്യത്തുൽ ഉലമ. 5 എന്താ? നിത്യവും ദുആ ചെയ്യൽ വാജിബാണ്. ഏത് ദുആ ആണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഫാത്തിഹയിൽ വരെ നമ്മൾ എന്ത് ചെയ്യും? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അല്ലേ. ഇനി 3ാമത്തെ പ്രവർത്തനം ആര് പറഞ്ഞു? 1 മൻ വസലകി വസൽതുഹു വൻ ഖതഅകി ഖതഅതഹു. ആരാ പറഞ്ഞത്? അല്ലാഹു തആല. 2 അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഇതാരാ പറഞ്ഞത്? ഇമാം അബൂ ഹനീഫ. അടുത്തത് 3 അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ബന്ധപ്പെടുന്ന വസ്തു എന്താകുന്നു? ആരാ പറഞ്ഞത്? സുഫിയാൻ ഇബ്നു അബ്ദുല്ല. 4 നീ പറഞ്ഞ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഉത്തരം എഴുതാം. 1 ഇസ്തിഗ്ഫാർ കൊണ്ട് നേട്ടം എന്താ? ഇഹ്ബറ വിജയം. 2 മുഅ്മിനിൻ്റെ ആയുധമാണ് ഏത്? ദുആ. 3 ഉറങ്ങാൻ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം? ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസ്റിൻ്റെ ശേഷവും ഇശാഇന് മുമ്പും. 4 അത് ഖൽബിനെ കഠിനമാക്കും. ഏതാണത്? ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ. അടുത്ത് 5 അതായത് ദിക്റല്ലാതെ അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ സംസാരിക്കുക. 5 ദുആ എന്നാൽ എന്താണ്? ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. 6 കുടുംബ ബന്ധം ചേർക്കുന്നതിനുള്ള 2 ഗുണങ്ങൾ എന്തെല്ലാം? ആഹാരത്തിൽ സമൃദ്ധി, ആയുസ്സിന് നീളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേരെന്താ? റൗളത്തു ഷരീഫ. ഓക്കെ. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു. ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? മരണത്തെയും പരലോക ജീവിതത്തെയും. 10 നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? നമ്മെ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന് ബോധമുണ്ടാകുമ്പോൾ. 5 വ്യക്തമാക്കാം. 5 1 ബറഅത്ത് രാവ് ശഅബാൻ 15-ാം രാവ്. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. 3 4 മദ്ഹബുകൾ ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി. 4 ഏറ്റവും പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം. 5 ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി മസ്ജിദ് അഖ്സ. 6 സാരമെഴുതാം. ലാ യദ്ഖുലു ജന്നത്തു ഖാതിഉൻ. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഉദ്ഉനി അസ്തഹിബു ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. 3 അവസാനത്തെ ചോദ്യം നുക്തഫിറുൽ ലഅനു വതക്ഫുറുൽ ആശിറു. നിങ്ങൾ ശാപം അധികരിപ്പിക്കുകയും നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തന്നെ ഗുണം നിഷേധിക്കുകയും ചെയ്യും. ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് ഇളവുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.